വെൽക്കം ടു അവർ ഹോം അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു സൂത്രമാണ്, അതവിടെ കിടക്കട്ടെ, അതിനെക്കുറിച്ച് പിന്നെ പറയാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു പയറ് ദോശയും ചമ്മന്തിയും. ഇതിനാവശ്യമുള്ളത് വെള്ളത്തിൽ കുതിർത്ത സ്റ്റീൽ കട്ട് ഓട്സും അതുപോലെ തന്നെ പയറും, ചെറുപയർ, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്. ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ദോശക്കല്ലിൽ നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാം. ഞാൻ അരച്ചെടുത്തിരിക്കുന്ന ഈ മാവ് ഒരു 8-10 ദോശയ്ക്ക് ഉള്ളതുകൊണ്ട് 2-3 ദോശ ഞാനിപ്പോൾ ചുടുന്നുള്ളൂ കേട്ടോ. ആദ്യത്തെ ദോശ ഇതുപോലെ പരത്തി ചുട്ടെടുത്തപ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തായിരുന്നു. രണ്ടാമത്തെ ദോശയിലും മൂന്നാമത്തെ ദോശയിലൊന്നും നെയ്യ് ഒഴിച്ചു കൊടുത്തതേ ഇല്ല. ഇൻസ്റ്റഗ്രാമിലാണോ ഫേസ്ബുക്കിലാണോ അത് യൂട്യൂബിൽ തന്നെയാണോ എന്ന് അറിയത്തില്ല, എവിടെയോ എപ്പോഴോ കണ്ട ഒരു റെസിപ്പിയാണ്. വീട്ടിൽ പച്ചരി ഉഴുന്നും ഒക്കെ വെള്ളത്തിൽ കുതിർത്ത് അരച്ചുണ്ടാക്കുന്ന ദോശ അല്ലാതെ എങ്ങനെ ഒരു ദോശ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ദോശയുടെ കൂടെ ഇന്ന് ചമ്മന്തിയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൊച്ചുള്ളിയും അതുപോലെ വാളംപുളിയൊക്കെ ചേർത്ത് നമ്മുടെ സാധാരണ ചോറിനൊക്കെ കൂട്ടാനായിട്ട് അരയ്ക്കുന്ന ചമ്മന്തി. അങ്ങനെ ഇന്നത്തെ ഡിന്നർ പയർദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു. പയർദോശ കൊള്ളാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് കാണിച്ചായിരുന്നല്ലോ, ക്ലേ ആർട്ട്. അത് ഞാൻ ഇന്നും കുറച്ചുകൂടെ ചെയ്യാം, ഇങ്ങനെ സമയം കിട്ടുമ്പോഴത്തേക്ക് ചെയ്ത് വെക്കുന്നതാണ്. അപ്പം ഇന്ന് ഞാനൊരു ലെയർ ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും കാണിച്ചു തരാം. ഞാൻ കുഞ്ഞു ഫ്ലവേഴ്സാണ് കേട്ടോ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ക്ലേ എടുത്തിട്ട് ക്ലേ ഇങ്ങനെ ചെറിയ പീസായിട്ട് എടുത്ത് കൈവെള്ളയിൽ വെച്ച് ഉരുട്ടി അതൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ബോട്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 5 ഇതൾ വരുന്ന ഒരു കുഞ്ഞു ഫ്ലവറാണ് കേട്ടോ ഇതിലിങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പേസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഗമ്മൊന്നും ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഈ ക്ലേ തന്നെ നമുക്ക് അതിനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒട്ടിയിരിക്കുന്നുണ്ട്. ഈ ക്ലേ ഇങ്ങനെ ബോട്ടിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഒട്ടി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ പശയുടെ ആവശ്യമില്ല. ഫ്ലവറിന്റെ ഫുൾ വർക്കും കഴിയുമ്പം നമുക്ക് കുറച്ച് ഫെവിക്കോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. പെറ്റൽസ് എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു പോളൻ പാർട്ട് കറക്റ്റായിട്ട് ആ ഒരു നാച്ചുറലായിട്ട് തോന്നാനായിട്ട് ഞാനിങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ. കുത്താൻ എടുത്തിരിക്കുന്ന ആയുധം കണ്ടോ, ഫ്ലോസ് ആണ് കേട്ടോ. പുതിയൊരു ഫ്ലോസിന്റെ പെട്ടിയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അത് പിന്നെ വല്ലഭനും പുല്ലും ആയുധം എന്നാണല്ലോ പറയുന്നത് പഴമക്കാര്. ഞാൻ അത്ര വല്ലഭയൊന്നും അല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ അത് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒരു മിനിമം ബ്യൂട്ടിയെങ്കിലും അതിനകത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആയുധങ്ങളൊക്കെ പരിസരത്ത് നിന്ന് കണ്ടുപിടിക്കും. പിന്നെ ആ ഫ്ലോസിന്റെ അറ്റം കൊണ്ട് തന്നെ പെറ്റൽസിനൊക്കെ ഇങ്ങനെ വരയിട്ട് കൊടുത്തു കേട്ടോ. അതും കുറച്ചുകൂടെ ഭംഗി കൂട്ടാനായിട്ടാണ്. ഒരു ദിവസം ഇതുപോലെ പണിയൊക്കെ കഴിഞ്ഞ് സമയം കിട്ടണ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്തിട്ട് ആയുധങ്ങളും ഗ്ലേയും ഒക്കെ ആ ബോട്ടിൽ തന്നെ സൂക്ഷിക്കും. സമയം കിട്ടണ അനുസരിച്ച് ഇതുപോലെ ഒരു ബോട്ടിലിൽ ഗ്ലാസ് പെയിന്റ് ചെയ്തെടുത്തൊരു ജാറാണ് കേട്ടോ ഇത്. ആദ്യം കാണിച്ച വെൽക്കം ടു അവർ ഹോം നല്ലൊരു ഡെക്കോർ ഐറ്റം ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് 135 രൂപയുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്.